ഫ്യൂച്ചർ ഫ്ലാഷ് ബാക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭയാനകമായ ഒരു സ്ഥലമായ ബാൻഗൺ കോട്ടയെക്കുറിച്ചാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ലോകത്ത് ഭയാനകമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒട്ടേറെ പേർക്ക് അസാധാരണമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്ന ഇത്തരം സ്ഥലങ്ങളിലേക്ക് പര്യവേഷണം നടത്താൻ പിന്നെയും പലരും ഭയത്തോടെയോ അല്ലെങ്കിൽ ധൈര്യത്തോടെയോ സാഹസികമായി എത്താറുമുണ്ട്. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത എന്നറിയാനുള്ള മനുഷ്യസഹജമായ ത്വര ചിലരിലെങ്കിലും എല്ലാ ഭയങ്ങളെയും മറികടക്കുമെന്നാണ് തോന്നുന്നത്. ഇന്ത്യയിലെ പ്രേതബാധയുള്ള അല്ലെങ്കിൽ ഭീതിജനകമായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള പട്ടികയിൽ രാജസ്ഥാനിലെ ബാൻഗൺ കോട്ടയും മുൻനിരയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ദുരൂഹമായ ഒരിടമെന്നാണ് പലരും ബാൻഗൺ കോട്ടയെ വിശേഷിപ്പിക്കുന്നത്. അൽവാർ ജില്ലയിൽ രാജ്ഗഡിലാണ് ബാൻഗൺ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഭയാനകമായ സ്ഥലങ്ങളിൽ ഒന്നായി വിശ്വസിക്കപ്പെടുന്ന ഈ കുപ്രസിദ്ധമായ കോട്ട 16-ാം നൂറ്റാണ്ടിൽ രാജ ഭഗവത് ദാസ് തന്റെ ഇളയ മകൻ മധോ സിംഗിന് വേണ്ടി നിർമ്മിച്ചതാണ്. ബാൻഗണ്ടിന്റെ ദുരൂഹതകളെപ്പറ്റി ഒട്ടേറെ ഐതിഹ്യങ്ങൾ പ്രദേശത്തുണ്ട്. ഒരു കഥ ഇങ്ങനെയാണ്. ബാബ ബാലക്നാഥ് എന്ന സന്യാസി ഒരിക്കൽ കോട്ടയിൽ താമസിച്ചിരുന്നു. തന്റെ ഭവനം പട്ടണത്തിലെ ഏറ്റവും ഉയരം കൂടിയതായിരിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. തന്റെ ഭവനത്തിന്മേൽ ഏതെങ്കിലും വീടിന്റെ നിഴൽ വീണാൽ നഗരം മുഴുവൻ നശിപ്പിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു കഥ കൂടിയുണ്ട്. ഇതിനാണ് കൂടുതൽ പ്രചാരം. ഒരു ദുർമന്ത്രവാദി ബാൻഗണ്ടിലെ സുന്ദരിയായ രാജകുമാരിയായ രത്നാവതിയെ കണ്ട് പ്രണയത്തിലായി. രാജകുമാരിക്ക് തന്നോട് തിരിച്ചും പ്രണയം തോന്നാൻ അയാൾ അവളെ ഒരു മാന്ത്രിക പാനീയം കുടിപ്പിക്കാൻ ശ്രമിച്ചു. ചതി മനസ്സിലാക്കിയ രാജകുമാരി ആ പാനീയം ഒരു വലിയ പാറയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പാനീയം വീണ ആ ഭീമാകാരമായ പാറ ദുർമന്ത്രവാദിയുമായി ചേരാൻ ഉരുളാൻ തുടങ്ങി. ഒടുവിൽ ആ പാറ ദുർമന്ത്രവാദിയുടെ മുകളിൽ വീണു. മരിക്കുന്നതിന് മുമ്പ് അയാൾ നഗരത്തെ മുഴുവൻ ശപിച്ചു. അധികം വൈകാതെ അയൽരാജ്യം ബാൻഗൺ ആക്രമിച്ച് കോട്ടയും രാജകുമാരി ഇതിനുള്ളിലുള്ള എല്ലാവരെയും കൊന്നു. അതിനുശേഷം ഈ കോട്ടയിൽ രാത്രികാലങ്ങളിൽ പ്രേതങ്ങളുടെ വാസമുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി. ഈ കോട്ട സന്ദർശിക്കുകയും അതിനുള്ളിൽ കഴിയുകയും ചെയ്ത നിരവധി ആളുകൾക്ക് ഭീതിജനകമായ പലതരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രവേശവാസികൾ പറയുന്നു. അവരുടെ അഭിപ്രായത്തിൽ കോട്ടയ്ക്കുള്ളിൽ മറ്റൊരു ലോകമാണ്. പലർക്കും കോട്ടയ്ക്കുള്ളിൽ കയറുമ്പോൾ തന്നെ മറ്റൊരു യുഗത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടതായി തോന്നി. ഈ കോട്ടയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭയാനകമായ സംഭവം കൂടിയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നടന്നതാണെന്ന് നാട്ടുകാർ പറയുന്നു. കോട്ടയ്ക്കുള്ളിൽ ഒരു രാത്രി ചെലവഴിക്കാൻ ധൈര്യപ്പെട്ട 3 സാഹസികരുടെ കഥയാണിത്. ഒരിക്കൽ കോട്ടയ്ക്കുള്ളിൽ രാത്രി തങ്ങാൻ 3 പേർ ധൈര്യപ്പെട്ടു. പക്ഷേ അവരെ കാത്തിരുന്നത് ദുരന്തങ്ങളായിരുന്നു. ഫ്ലാഷ് ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവരിൽ ഒരാൾ കോട്ടയ്ക്കുള്ളിലെ കിണറ്റിൽ വീണു. തുടർന്ന് സുഹൃത്തുക്കൾ അയാളെ രക്ഷപ്പെടുത്തി. ഗുരുതരമായ പരിക്കേറ്റ അയാളെ അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ വഴിയിൽ ഒരു അപകടത്തിൽ മരിച്ചു. അപകടത്തിൽ കിണറ്റിൽ വീണ ആള് മാത്രമല്ല 3 പേരും മരിച്ചുവെന്നാണ് പറയുന്നത്. ഇത്തരം ഒരുപാട് കഥകൾ പ്രവേശവാസികൾ പറയുന്നുണ്ട്. ഇരുട്ടായതിനു ശേഷം കോട്ടയ്ക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ ആരും തിരികെ വന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഒരുപാട് അതിശയോക്തികൾ നിറഞ്ഞ കഥയാണെങ്കിലും ചിലർക്കൊക്കെ അപകടം സംഭവിച്ചതായി തെളിവുകളുണ്ട്. എങ്കിലും ഈ കോട്ടയ്ക്കുള്ളിൽ പര്യവേഷണം നടത്താൻ സാഹസിക പ്രേമികളും ഗോസ്റ്റ് ബസ്റ്ററുകളും ഇപ്പോഴും എത്താറുണ്ട്. പ്രേതങ്ങളും ഭൂതങ്ങളും ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രചരിച്ച കഥകൾ കൊണ്ട് പലരിലും ഈ കോട്ട ഭയപ്പെടുത്തുന്നുണ്ട്. കൂടാതെ കോട്ടയുടെ ഘടനയും ആ കഥകൾക്ക് ആനുകൂലമായി കിടക്കുന്നു. മിക്കവാറും തകർന്ന നിലയിലുള്ള കോട്ടയും പരിസരങ്ങളും കാട് കയറി കിടക്കുകയാണ്. കോട്ടയുടെ പ്രവേശന കവാടത്തിലേക്കുള്ള വഴികൾ പോലും തകർന്ന് പുരാതനമായ ഏതോ ഒരു കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതുപോലെയുള്ള പ്രതീതി ജനിപ്പിക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ കോട്ടയിലേക്കും പ്രദേശത്തേക്കും സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള കഥകൾ ഇനിയും നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.